സംസാരിച്ചിട്ട് കേട്ടോ ഇത് പിന്നെ സെറ്റൊക്കെ സിനിമയുടെ സെറ്റൊന്നുമല്ല, ഇത് സിനിമ സെറ്റൊന്നുമല്ല. അദ്ദേഹത്തിന് നമ്മളോട് ഒരുമിച്ച് പ്രോഗ്രാം മെനഞ്ഞാന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ വൈഫിനെ ഒന്ന് സഹായിച്ചതാണ്. ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്യണം. മെയിനായിട്ട് ഡയറ്റ് നോക്കണം. ഭക്ഷണം സമയത്തിന് കഴിക്കണം. ഇൻസുലിൻ ഉണ്ടെങ്കിൽ അതെടുക്കണം. ടാബ്ലറ്റ്സ് ആണോ ഇൻസുലിൻ ആണോ? ടാബ്ലറ്റ് ഞാൻ തന്നത് കഴിച്ചില്ലേ? മാറി. വേറെ കുടിക്കണ്ടായിരുന്നു കേട്ടോ. വേദനയൊന്നുമില്ലല്ലോ കൈക്ക്? ആന്റിബയോട്ടിക് എടുക്കുമ്പോൾ കഴിക്കത്തില്ല. ഹലോ, ഇത് നഴ്സിനെ ഒരല്പം ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയാണ്. വേറൊന്നുമല്ല, ഞങ്ങൾ മെനഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് ആറ്റിക്കൽ അല്ലേ, ആറ്റിക്കൽ സൈഡിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ അദ്ദേഹം വീട്ടിൽ വന്ന് വൈഫും മോനും ഒക്കെ ആയിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ വെച്ച് അതിൻ്റെ ഈ കഞ്ഞിവെള്ളം വേസ്റ്റ് പിടിക്കാനായിട്ട് പോയ സമയത്ത് നമ്മുടെ വാഷ് ബേസിൻ്റെ സിങ്ക് ഉണ്ടല്ലോ, സിങ്ക് കൊണ്ട് കളയാൻ വെച്ചിട്ടുണ്ടാണ് പൊട്ടിയത്. അതിൻ്റെ സൈഡ് ഇങ്ങനെ കാലിൽ കയറി കൊണ്ടിട്ട് ഒരു 12 തൈരോളം വലിയ ആഴത്തിലുള്ള മുളവാണ്. ഒരു 12 തൈരോളം ഒന്ന് കാണിച്ചിട്ടുണ്ട്. 12 തൈരോളം ഈ കാലിനകത്തുണ്ട്. പ്രത്യേകിച്ചും അത് വെയിൻ കട്ടാവാതെ ഒരു ചെറിയ ഒരു അംശത്തിന് മാത്രമേ ഉള്ളൂ. ഈ ഇവിടെ ഇങ്ങനെ ഈ ഭാഗമാണ് ഫുള്ള് മുറിവ്. ഇതിങ്ങനെ പ്ലാസ്റ്റ് ഇട്ടിരിക്കുകയാണ്, സ്റ്റിച്ച് ഇട്ടിട്ട് പ്ലാസ്റ്റ് ഇട്ടിരിക്കുക. അനങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ബുക്ക് ചെയ്തതിന് ഒരുപാട് പ്രോഗ്രാമുണ്ട്. നിലവിൽ പ്രോഗ്രാം കളിക്കുന്നിടത്ത് നമുക്ക് നല്ല പ്രോഗ്രാമൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം മാർച്ച് 1 മുതൽ റെഗുലർ ത്രൂ പ്രോഗ്രാമാണ് കിടക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ബുക്ക് ചെയ്ത സ്പോൺസർമാരും അറിയുക, അദ്ദേഹത്തിന് ഇത്രയും വയ്യായ്മയിലാണ് ഇരിക്കുന്നത്. ഒരു പൊടിയെങ്കിലും പറ്റുമെങ്കിൽ അദ്ദേഹം വന്ന് വീൽ ചെയറിൽ പോലും പ്രോഗ്രാം കളിക്കാം എന്ന് അദ്ദേഹം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ഒരു കാരണവശാലും കാലനക്കിയാൽ അത് പ്രശ്നങ്ങളാവും, അത്രയ്ക്ക് ക്രിട്ടിക്കലാണ്. അതുകൊണ്ട് എല്ലാവരും ഈ വയ്യായ്മ മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു. നെൽസൺ എന്താ പറയാൻ? നമസ്കാരം. ഇത്ര വയ്യാത്ത ഒട്ടും നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. അപ്പം പരിപാടിക്ക് വന്നില്ലെങ്കിൽ ഓരോരുത്തർ ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഞങ്ങളോട് സഹകരിക്കും.